കേന്ദ്രത്തിന്റെ ഒരു വമ്പൻ പ്രഖ്യാപനം വരുന്നു. അതിന്റെ അവസാന ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഉടൻ തന്നെ വരുന്ന ഒരു വമ്പൻ പ്രഖ്യാപനം ഇതാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ കേന്ദ്രം ഒടുവിൽ തീരുമാനം എത്തിയിരിക്കുന്നു. ഓയിൽ കമ്പനികളുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പെട്രോളിന് 8 രൂപയും ഡീസലിന് 10 രൂപയും കുറയ്ക്കാനാണ് തീരുമാനം. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2022 മെയ് മുതൽ പെട്രോളിനും ഡീസലിനും വില കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പെട്രോളിന് 13 രൂപയും ഡീസലിന് 16 രൂപയും എക്സൈസ് തീരുവ കുറച്ചിരുന്നു. മലയാളികളായ നാം അത് കണ്ട് മഞ്ഞളിക്കേണ്ട കാര്യമല്ല. ഇവിടെ കുറയുകയല്ല ചെയ്ത്, സെസ് കൂട്ടിത്തരികയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ കേന്ദ്രം 8 രൂപ തൊട്ട് 10 രൂപ കുറച്ചാലും ഇവിടെ നമുക്കത് അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നറിയില്ല. കാരണം നിലവിൽ സെസ് എവിടെ ചുമത്താമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് 10 രൂപ കേന്ദ്രം കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 രൂപ വേറെ ഏതെങ്കിലും ഒരു സെസ്സായി ചുമത്തിയേക്കാം. ഏതായാലും മലയാളി അത് കണ്ട് മഞ്ഞളിക്കേണ്ട. കേരളം തൊട്ട് വടക്കോട്ടുള്ളവർക്ക് ഈ ഗുണം ചിലപ്പോൾ കിട്ടിയേക്കുമായിരിക്കാം. ഏതായാലും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ കുറവ് വന്നിരിക്കുന്നു. ഈ കണക്ക് ഇങ്ങനെയാണ്. ക്രൂഡ് ഓയിലിന് 1 രൂപ വർദ്ധിച്ചാൽ പെട്രോളിന് 50 പൈസയും ഡീസലിന് 60 പൈസയും വർദ്ധിക്കും വിപണിയിൽ. ക്രൂഡ് ഓയിലിന് 1 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 പൈസയും ഡീസലിനുള്ള 60 പൈസയും കുറയും. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോഴേതായാലും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഒപ്പം തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഡീസലും പെട്രോളിനും വില വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ ഏതായാലും എണ്ണ കമ്പനികളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു വമ്പൻ പ്രഖ്യാപനം, ഇതൊരു വലിയ പ്രഖ്യാപനം തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് മോദി സർക്കാർ നടത്തുന്നൊരു വലിയ പ്രഖ്യാപനം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.